രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി നേരെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായയും കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. ഫുഡ് കഴിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ ഓടി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. എക്സാം ഫീസ് അടയ്ക്കണേ. ഫോർത്ത് സെമ്മിൻ്റെ എക്സാമായി. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാട്ടോ രാവിലെ സമയങ്ങളിൽ. അത് കഴിഞ്ഞ് നേരെ സെമിനാർ ഹാളിൽ വന്നു. അവിടെ വെച്ചായിരുന്നു ഞങ്ങൾക്ക് GMPയുടെയും GHPയുടെയും ഹാസപ്പിൻ്റെയും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് കിട്ടി. ആ ടൈമിൽ ഞാൻ നേരെ പോയി ഒരു ചിക്കൻ പപ്സ് കഴിച്ചു. ചിക്കൻ പപ്സും കഴിച്ച് വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ക്യാൻറ്റീനിൽ വന്ന് ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ. ഫുഡ് കഴിച്ച് നേരെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ ചായക്കടയിൽ പോയി. സ്ഥിരം സ്പോട്ടാട്ടോ. ചായക്കടയിൽ പോയി ചായയും പരിപ്പുവടയല്ലല്ലോ ഉള്ളിവടയും കഴിച്ചു. അതിന് രാത്രി നെയ്ച്ചോറും ചിക്കൻ കറി, പിന്നെ ഒരു ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിച്ചു, ഒരു കവർ ബിസ്ക്കറ്റും കഴിച്ചു, ഒരു ഷോർട്ട്സും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് പാൽപ്പൊടി കുറച്ച് ബാക്കിയിരിപ്പുണ്ട്, അതുപോലെ കോൺഫ്ലെക്സും ബാക്കിയിരിപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് അതിനെ മിക്സ് ചെയ്തുണ്ടാക്കിക്കൂടാ? പിന്നെ ഒരു പാത്രം എടുത്ത് വെള്ളം തിളപ്പിച്ച് വീത്തി പാൽപ്പൊടി ഇട്ട് മിക്സാക്കി അതിൽ കോൺഫ്ലെക്സും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നല്ലപോലെ ആസ്വദിച്ചതിരുന്ന് കുടിച്ചു. ഫുഡല്ലേ, വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. ഞാനത് 2 ദിവസം മുന്നേ മേടിച്ചതിൽ ബാക്കിയിരുന്ന സാധനമാണ് ഞാൻ അതെടുത്തിട്ട് ഉണ്ടാക്കിയത്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കഴിച്ച് കുറേ നേരം മീനാക്ഷിയായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ കിടന്നുറങ്ങി. അപ്പം അത്രയേ ഉള്ളൂ.